എത്ര പേര് 2026 പിതാവ് നിങ്ങളിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും? യേശുവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം അവനെ കൊണ്ട് ചെയ്യിച്ച അടയാളങ്ങൾ. ഒരു കാര്യം എന്നെ കൊണ്ട് ഒരാൾ ചെയ്യിക്കണമെങ്കിൽ ഞാൻ ബലം പിടിച്ച് നോക്കുകയല്ല, ഞാൻ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാനൊക്കെ. ഞാൻ നിർബന്ധം പിടിച്ചാൽ, ഞാൻ ബലം പിടിച്ചാൽ എനിക്ക് ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. 2026 എല്ലാ ബലം പിടുത്തവും വിടണം. കർത്താവിനോട് പറയണം, കർത്താവ് നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ എൻ്റെ ജീവിതത്തിലുമാകണമേ. നമ്മൾ ഇരിക്കുന്നതിൻ്റെ പേര് ദൈവരാജ്യമെന്ന. ദൈവരാജ്യത്തിൻ്റെ രാജാവ് ദൈവമാണ്. അവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവം തീരുമാനിക്കുന്നത് എന്നിൽ നടപ്പാകട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ചരിത്രത്തെ രണ്ടായി തിരിക്കുന്ന അത്ഭുതം നിന്നിൽ നടക്കും. ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ച യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന അത്ഭുതം നടക്കാൻ 2 വാക്കാണ് കാര്യമായത്. ഇതാ ഞാൻ. ഒരു സ്ത്രീ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് പാടാൻ കഴിവില്ല, പ്രസംഗിക്കാൻ കഴിവില്ല, എനിക്കൊരു കഴിവില്ല, ഐ ആം നത്തിങ്. ഇങ്ങനെ അവർ പറഞ്ഞു, ഐ ആം നത്തിങ്, ഐ ഹാവ് നത്തിങ്. ഇഫ് യു ക്യാൻ ടേക്ക് നത്തിങ് ആൻഡ് യൂസ് ഇറ്റ്, യൂസ് മീ. അവരത് ഉപയോഗിച്ചു. അവരുടെ പേരാണ് കാത്രിൻ കുൾമാൻ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ദൈവമേ നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം, നീ എന്നെ എവിടേക്ക് അയച്ചാലും ഞാൻ പോകാം. ദൈവം ആ മനുഷ്യനെ കൈകളിലെടുത്തു. അയാളുടെ പേരാണ് ബില്ലി ഗ്രഹാം. ലോകത്തിലെ ഏറ്റവും അധികം ആളുകളോട് നേർക്ക് നേർ സുവിശേഷം പറഞ്ഞത് ബില്ലി ഗ്രഹാം. എന്തിനാ ഒത്തിരി പ്രാർത്ഥിക്കുന്നത്? ഒത്തിരി പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിക്കാതെ നടന്നോ, ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിക്കാതിരുന്ന സ്വർഗത്തിൽ പോകത്തില്ലേ? കയ്യിലിപ്പോൾ ശരിയാണെങ്കിൽ പോവും. പക്ഷെ നീ പ്രാർത്ഥിച്ചാൽ ഈ ദൈവം ആരാന്ന് നിന്നിലൂടെ പ്രദർശിപ്പിക്കപ്പെടും. നിനക്കൊരു മറുരൂപമല ഉണ്ടെങ്കിൽ, നിനക്കൊരു വേറിട്ട് പോകുന്ന മറുരൂപമലയുടെ അനുഭവം ഉണ്ടെങ്കിൽ, നിന്റെ മുഖവും മാറും, നിന്റെ വസ്ത്രവും മാറും, നിന്റെ തേജസ്സിന്റെ തലവും മാറും.